എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ട് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നാളെ, അതായത് ഡിസംബർ 20 രാവിലെ 11 മണി വരെ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ LBSൻ്റെ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുകയും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും ചെയ്യാവുന്നതാണ്. മുൻ അലോട്ട്മെൻറ്റുകൾ വഴി കോളേജിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതാണ്. നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നതല്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് LBS സെൻറ്ററിൽ തന്നെ ഓൺലൈനായിട്ട് അടക്കേണ്ടി വരും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് പ്രവേശനം നേടാത്തവരുടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് റീഫണ്ട് ചെയ്യുന്നതല്ല. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ഈ ഡിസംബർ 23 അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ജോയിൻ ചെയ്യാനുള്ള അവസാന തീയതി ഡിസംബർ 24 അപ്പോൾ വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു അഡ്മിഷൻ ഫില്ല് ചെയ്യുന്നതിലേക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസീസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകൾക്കാണ് വേക്കൻസീസ് ഉള്ളത് നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസീസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നാളെ തന്നെ അടക്കുന്ന, അതായത് ഓൺലൈനായിട്ട് LBS സെൻറ്ററിൽ നിന്ന് തന്നെ അടക്കുന്ന ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് പിന്നീട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടില്ല എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഏതൊക്കെ കോളേജാണുള്ളത്, അതുപോലെ ഏതൊക്കെ കോഴ്സുകളാണ്, ഏത് കോട്ടയാണ്, എത്ര വേക്കൻസീസാണ് ഓരോ കോളേജിലും ഉള്ളത്, അതുപോലെ SM കാറ്റഗറിയിൽ എത്ര സീറ്റ് ഉണ്ട്. നിങ്ങൾക്ക് SM കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ ബാക്കിയുള്ള കാറ്റഗറി ആണെങ്കിൽ ആ ഒരു വിഭാഗത്തിലുള്ളവർക്കാണ് പങ്കെടുക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇഫ് ദർ ഈസ് നോ PD കാൻഡിഡേറ്റ്സ് ദെൻ ദ PDs ഈസ് വില്ലി മെർജഡ് വിത്ത് SM എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൽ PD കാറ്റഗറി സീറ്റ് ഉണ്ടെങ്കിൽ അതായത് ഒരു കോളേജിൽ മാത്രമാണ് PD കാറ്റഗറി സീറ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ അഭാവത്തിൽ ആ ഒരു സീറ്റ് സ്റ്റേറ്റ് മെറിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലാണ് പോവേണ്ടത്. വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട്, ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു പൈസ അത് കാർഡായിട്ടോ അല്ലെങ്കിൽ UPIയോ നെറ്റ് ബാങ്കിങ്ങോ വെച്ചൊക്കെ അടക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത, നഴ്സിംഗ് കോളേജ് അല്ലാതെ കോളേജുകളിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്തതിൻ്റെ, അതായത് കോളേജിൽ നിന്ന് നൽകുന്ന NOC സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ മതിയാകും. അതുപോലെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൂടി എടുത്തിട്ട് നിങ്ങൾക്ക് നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. LBS വെബ്സൈറ്റിൽ ലിസ്റ്റ് ഓഫ് LBS ഡിസ്ട്രിക്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലിങ്ക് അതായത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെയും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, അടൂർ, ആലപ്പുഴ, അതുപോലെ തന്നെ പാമ്പാടി, ഇടുക്കി, കളമശ്ശേരി, തൃശ്ശൂർ, പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് ഈ ഒരു LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലാണ് വേക്കൻസി ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.